ഇന്ന് നമ്മൾ ഫിഷ് ബിരിയാണി മസാലയാണ് ഉണ്ടാക്കി വെക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്നുണ്ട് നാളെ സീ ഫുഡ് ബിരിയാണി ശരിയായ അളവിൽ ശരിക്കും എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് കാണിച്ചു തരണമെന്ന്. അപ്പോൾ ഇന്ന് തന്നെ മസാല ഉണ്ടാക്കി വെച്ചാൽ നാളെ കുറച്ച് പണി സുഖമാവും. മാത്രമല്ല നിങ്ങൾക്കും ഇത് പഠിച്ചു വെക്കാം എങ്ങനെയാണ് ഈ ഫിഷ് ബിരിയാണി മസാല ഉണ്ടാക്കുകയെന്ന്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരു ചീനച്ചട്ടി എടുക്കുക. അത് നമ്മളിപ്പോൾ കത്തിച്ചിട്ടില്ല, എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് തന്നെയാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. ആദ്യം ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, വലിയ സാധനം ആദ്യം ഇട്ടിട്ട് കുഞ്ഞ് നമ്മുടെ പെരിഞ്ജീരകം അവസാനം ഇടുക. ഇപ്പോൾ നമ്മൾ ഏലക്കായാണ് എടുത്തത്. ഏലക്കായ ഒരു 24 എണ്ണമാണുള്ളത്. അത്ര തന്നെ എണ്ണം നമ്മൾ ഗ്രാമ്പൂവും എടുത്തു. പൊതുവെ എല്ലാ മസാലകളിലും നമ്മൾ ഏലക്കായുടെയും ഗ്രാമ്പൂവിൻ്റെയും കൗണ്ട് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. പക്ഷേ കാണുമ്പോൾ നമുക്ക് ഗ്രാമ്പൂ ചെറിയതായതുകൊണ്ട് കുറച്ചുള്ള പോലെയാണ് തോന്നുക. പിന്നെ നമ്മൾ എടുക്കുന്നത് സ്റ്റാനീസ് എന്ന് പറയുന്ന അത് നമ്മുടെ ഫിഷ് ബിരിയാണി മസാലയിൽ അതെന്തായാലും ഇടണം. അത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അത് 2 എണ്ണമാണ് എടുക്കേണ്ടത്. തക്കോലം എന്നല്ലേ പറയുക മലയാളത്തിൽ. അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുരുമുളകാണ്. കുരുമുളക് 2 ടീസ്പൂൺ മാത്രമേ ആവശ്യമുള്ളൂ. ദെൻ നമ്മൾ പെരിഞ്ജീരകമാണ്. എപ്പോഴും ഫിഷ് മസാല ഉണ്ടാക്കുമ്പോൾ, ഫിഷ് ബിരിയാണിയുടെ മസാല ഉണ്ടാക്കുമ്പം പെരിഞ്ജീരകം നമ്മൾ കുറച്ച് കൂടുതൽ എടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ 1/2 കപ്പാണ് പെരിഞ്ജീരകം എടുത്തത്. നേരത്തെ പറഞ്ഞതുപോലെ പെരിഞ്ജീരകം അവസാനം ഇടുക. എന്നിട്ട് പെരിഞ്ജീരകം ഇടുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചീനച്ചട്ടി അത് കത്തിക്കുക. എന്നിട്ട് അതിൻ്റെ ശേഷം നമ്മൾ പെരിഞ്ജീരകം ഇടുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് വറുത്തെടുക്കുക. ഇത് ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് വറുത്തെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ വലിയ വലിയ സാധനങ്ങളൊക്കെ ആദ്യം ഇട്ടിട്ട് അവസാനം പെരിഞ്ജീരകം ഇടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പെരിഞ്ജീരകം അടിയിലായിട്ട് അത് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. ഇതിൽ നമ്മൾ പട്ട ഇടാൻ മറന്നിട്ടുണ്ട്. പട്ടയും കൂടെ ഇടണേ. അപ്പോൾ ഒരു ചെറിയൊരു മീഡിയം സൈസിലുള്ള ഒരു പട്ട ഞാൻ അതിൻ്റെ മേലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മറന്നു പോയത്. കണ്ടോ, ഈ വലിയൊന്നും ഇടണ്ട. അത് പൊട്ടിച്ചിട്ട് ഒരു മീഡിയം സൈസിലാക്കിയിട്ട് ആ പട്ടയും കൂടെ ഇടുക. കുഴപ്പമില്ല, ഇതിൻ്റെ കൂടെ തന്നെ എന്നിട്ട് അങ്ങോട്ട് വറവായിക്കോളും. ഒരുമിച്ച് തന്നെ ഇട്ടാൽ മതി. അപ്പോൾ അതും കൂടെ നന്നായിട്ട് വറുത്തെടുക്കുക. ഇത് നമ്മൾ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ ഉള്ള സംഭവങ്ങളൊക്കെ കരിയാൻ തുടങ്ങൂലേ. പിന്നെ എപ്പോഴാണ് ഇത് ആയോ എന്നുള്ളത് മനസ്സിലാവുമെന്ന് വെച്ചാൽ നമ്മൾ പെരിഞ്ജീരകം നോക്കിയാൽ മതി. ആ പെരിഞ്ജീരകം എടുത്താൽ നമുക്കതിൻ്റെ കളറ് കുറച്ചും കൂടെ ഡാർക്കായിട്ട് നല്ലൊരു കളറായിട്ട് മാറിയിട്ടുണ്ടാവും. നല്ല ഭംഗിയുള്ള ഒരു കളറ്. പിന്നെ അത് തൊടുമ്പോഴും നമ്മൾ കഴിക്കുമ്പോഴൊക്കെ ഒരു കിരികിരി എന്നുള്ളൊരു സൗണ്ട് വരും. അപ്പോഴാണ് ഇത് ശരിക്കും വറവായി എന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ മസാല ഇതെല്ലാം സംഭവങ്ങളൊക്കെ തന്നെയും നന്നായിട്ട് വന്നിട്ടുണ്ട്, കറക്റ്റ് ഇതിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത ഉടനെ തന്നെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതിനെ വേറൊരു തണുക്കാൻ വേണ്ടിയിട്ടും മാത്രമല്ല അടിയിൽ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും വേറൊരു പാത്രത്തിലേക്ക്, ഒരു പരന്നൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ അതൊന്ന് തണുത്ത ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കുക. എല്ലാ മീൻ ബിരിയാണിയിലും നമ്മൾക്ക് ഈ മസാല തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഓരോന്നിനനുസരിച്ചിട്ട് അളവിൽ കുറച്ച് വ്യത്യാസം വരും എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല സീ ഫുഡ് ബിരിയാണിയാണ് നാളെ ഉണ്ടാക്കാൻ വിചാരിക്കുന്നതെന്ന്. ഇതിൽ കുറച്ച് അധികം നമ്മളിടും. പിന്നെ ഇത് പൊടിക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കുക, നന്നായിട്ട് പൊടിഞ്ഞു വരണം, നൈസായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ നല്ലവണ്ണം പൊടിക്കുക. എന്നിട്ട് പൊടിച്ചതിൻ്റെ ശേഷവും നമ്മളത് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്തായാലും എന്തെങ്കിലും ഇങ്ങനെ തരിതരിയായിട്ടൊക്കെ ചിലതൊക്കെ പൊടിയാതെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളതിനെ ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കും വേണം. അപ്പോഴാണ് നമുക്ക് നൈസായിട്ട് ഒന്നുമില്ലാതെ ഇപ്പോൾ ഇതിൽ നോക്കിയാൽ കാണുന്നില്ലേ ജീരകമൊക്കെ ഇങ്ങനെ കുറച്ച് കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഏത് മസാലകളാണെങ്കിലും നമ്മൾ ഗരം മസാലയോ ബിരിയാണി, ചിക്കൻ ബിരിയാണി എന്ത് മസാലകൾ ഉണ്ടാക്കുമ്പോഴും നമ്മളതിനെ ഒന്നങ്ങോട്ട് അരിച്ചിട്ട് നൈസാക്കിയിട്ട് എടുക്കണം. ഇപ്പോഴിതിൽ തന്നെ കണ്ടില്ലേ നമുക്ക് അരിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കിട്ടിയത്. അതുപോലെ നമ്മുടെ ഏത് ഗരം മസാലയാണെങ്കിലും പൊടിച്ചിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ഫിഷ് ബിരിയാണി മസാല. ഇത് കഴിച്ച് നോക്കുമ്പം വലിയ രുചിയൊന്നും ഉണ്ടാവില്ല, കാരണം ഗ്രാമ്പൂൻ്റെ ഒക്കെ കുത്തൽ നമുക്ക് അറിയുന്നതല്ലേ, അതുപോലെയൊക്കെ തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ ബിരിയാണിയിലിടുമ്പം സംഭവം സെറ്റാണ്, അടിപൊളിയാണ്. നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ റെഡി ആയിട്ടിരിക്കുക. സീ ഫുഡ് ബിരിയാണിയുമായിട്ട് നമുക്ക് കാണാം.